ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണെങ്കിലും ബലൂൺ ഇല്ലാതെ എന്തൊരു പാർട്ടിയാ. അതുപോലെ മ്യൂസിക് ഇല്ലാത്ത പാർട്ടിയും ഒരു പാർട്ടിയല്ല. എന്താ ക്ലോവർ പറഞ്ഞത് ശരിയല്ലേ? ബോയ് ഫ്രണ്ട്സ് ഇല്ലാത്ത പാർട്ടിയാണ് പാർട്ടി അല്ലാത്തത്. എനിക്ക് അങ്ങനെയാട്ടോ. ഡാൻസിങ്, ബലൂൺ, ബോയ് ഫ്രണ്ട് ഇത് മൂന്നും ഉണ്ടായിരുന്നെങ്കിൽ പാർട്ടി അടിപൊളിയാ. നടക്കാൻ പോകുന്ന പാർട്ടി എന്റെ പാർട്ടി ആയിരിക്കണം കെങ്കേമം. വളരെ സൂക്ഷിച്ചിറക്കണം. ചീത്ത നോട്ടമൊക്കെ ഇതിലായിരിക്കും പെടുന്നത്. എന്തായാലും നിങ്ങൾ വന്നത് നന്നായി. എന്റെ പാർട്ടിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇതിലാ ഉള്ളത്. അല്ല, ഇത് കാണാൻ നിന്നെ പോലെ ഉണ്ടല്ലോ. നിന്നെ പ്രതി ചെയ്ത് ശരിയാണോ? പറഞ്ഞത് വളരെ ശരിയാ. ശനിയാഴ്ച നടക്കാൻ പോകുന്ന പാർട്ടിയിൽ ഇതാണ് സെന്റർ പീസ്. പാർട്ടി അടിപൊളിയായിരിക്കും. വേണമെങ്കിൽ കണ്ടോളൂ. നീ നിന്റെ പാർട്ടി വേറെ എന്തെങ്കിലും വെച്ചോ. അന്നാണ് എന്റെ പാർട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണോ? ഒരിക്കലും മാറാൻ സാധ്യതയില്ല. നിങ്ങളെ 3 പേരെയും ഒതുക്കാൻ പറ്റിയ സമയം ഇത് തന്നെയാണ്. ഓടിപ്പോയിക്കോ. ഞാൻ പോവുകയാണ്. എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. എന്നെ ഇനി നിങ്ങൾ നോക്കണ്ട. അടിപൊളി പാർട്ടി ആയിരിക്കും. അവള് വലിയ പണക്കാരിയല്ലേ? അങ്ങനെ നോക്കിയാ ഒന്നും ശരിയാവില്ല. ഒന്ന് നിൽക്ക്, എന്റെ അടുത്തൊരു നല്ല ഐഡിയ ഉണ്ട്. ഹലോ ലേഡീസ്, ഇപ്പൊ നമ്മൾ ഈ പാർട്ടിയെ സ്റ്റാർട്ട് ചെയ്യാം. എന്താ ജെറി എങ്ങാനും ഡാൻസ് കളിച്ചാൽ ഞാൻ ഓടം പോവും. ഗേൾസ്, ഒരു പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾക്കറിയാമോ? ഒരു കാരണവും ഇല്ലാതെ വാഹനങ്ങളെ ആക്രമിക്കുകയാണ്. എന്താണെന്ന് അറിയില്ല. ഒരു കാരണം ഇല്ലാതെ വണ്ടിനെ പൊട്ടിക്കണമെന്നോ? ഓ, ഇനി വണ്ടി ഓടിക്കുമ്പോ നോക്കിയും കണ്ടു ഓടിക്കണം. ഇത് നീ ചിരിക്കാൻ വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്. ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ്. നിങ്ങൾ ആ ക്ലിപ്പിംഗ്സ് നോക്കൂ. അവരൊക്കെ കൊച്ചു കുട്ടികളല്ലേ? അവരെന്തിനാ എങ്ങനെ ചെയ്യുന്നത്? എല്ലാരും ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ നമുക്ക് അവരെ പറ്റി നോക്കാം. ഇതിൽ ബന്ധപ്പെട്ടവരെല്ലാം അത്ലറ്റ്സ് ആണ്. അവരവരുടെ ഫീൽഡിൽ ടോപ്പിലുള്ളവർ. ഇവരെല്ലാം തെറ്റായ വഴിയിൽ പോകുന്നു. കാരണം ചിലപ്പോ ഇത് വികൃതരായിരിക്കും. കണ്ട് ചീത്തയായതായിരിക്കും. ചിലപ്പോ അവർക്കൊന്നും കിട്ടിക്കാണില്ല. പാവം കുട്ടികള്. ഇവർ ചോദിച്ചതൊന്നും പാരന്റ്സ് വാങ്ങിക്കൊടുത്തു കാണില്ല. നിങ്ങളുടെ അനുമാനങ്ങൾ കൊള്ളാം. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ഒരു മിനിറ്റ്. അവരെ കുറിച്ചുള്ള രഹസ്യങ്ങൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നോക്ക്, 2 മാസമായിട്ട് എല്ലാ കിഡ്സും ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുക. ഇതെന്താ ഒരു ഫോറസ്റ്റ് പോലെ ഉണ്ട്? ഇവിടെ എന്തെങ്കിലും ക്യാമ്പാണോ? നിങ്ങൾ 3 പേര് ഇപ്പൊ തന്നെ ക്യാമ്പിലേക്ക് പോകണം. സോറി ജെറി, അങ്ങനത്തെ സ്ഥലത്തൊക്കെ പോയെങ്കിൽ എന്റെ ഹെയർ സ്റ്റൈൽ സ്പോയിൽ ആവും. ഞാൻ ഇത് അത്രയ്ക്ക് മോശമായ ക്യാമ്പല്ല. നിങ്ങൾ പോയേ പറ്റൂ. വേറെ ഒരു രക്ഷയുമില്ല. ശരി, നിങ്ങൾക്ക് ആവശ്യമുള്ള ഗാഡ്ജറ്റ്സ് എന്താണെന്ന് നോക്കാം. വരൂ ഗേൾസ്, എല്ലാം റെഡിയാണ്. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുമുണ്ട്. വരൂ. അടിപൊളി ഗോഗോ ബൂട്ട്സ്, അൾട്രാ സെൻസിറ്റീവ് മൈക്രോഫോൺ, പിന്നെ അവസാനമായി ഇത് ബഗ് സ്പ്രേ അല്ലേ? ഓ, എനിക്കിതൊന്നും ഇഷ്ടമല്ല. നീ എങ്ങനെ പറഞ്ഞു അത് ബഗ് സ്പ്രേ ആണെന്ന്? ഇത് സൂപ്പറായ സെൻസിറ്റീവായ ഒരു കാര്യമാണ്. അപകടം പിടിച്ച മോശമായ സ്ഥലത്ത് നിന്നും എത്രയും പെട്ടെന്ന് എസ്കേപ്പ് ആവാം. പക്ഷേ സിസ്റ്റം ഉള്ള സ്ഥലത്ത് ഇതുപോലെ സ്പ്രേ ചെയ്യാൻ പാടില്ല. കളിക്കാനുള്ള സമയമല്ല ഗേൾസ്. നിങ്ങൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. ജെറി എന്താ പറയുന്നേ? ഞങ്ങള് എങ്ങനെ അങ്ങോട്ട് പോവാ? ഈ പ്രാവശ്യം നിങ്ങളുടെ കൂടെ ഡ്രൈവറായിട്ട് ഞാനും വരാൻ പോവുകയാണ്. കോഡ് നെയിം ടാഡി. അണ്ടർ കവർ മോഡ് എൻഗേജ്. ശരി, പറ, നിങ്ങൾ 3 പേരിൽ സിംഗിൾ ആയിട്ടുള്ളത് ആരാണ്? പറ, നിങ്ങളോടല്ലേ ചോദിക്കുന്നത്. ഇതൊക്കെ ഞാൻ എന്ത് പറയാനാ? സാം. അതെ, ശരിയാണ്. വളരെ മോശം തന്നെ. എന്താ ഗേൾസ്, എന്തിനാ ഇത്രയും ടെൻഷൻ ആകുന്നത്? മ്യൂസിക് കേട്ടാൽ ടെൻഷൻ കുറയും. അത് ശരിയാ. നമ്മുടെ പാർട്ടിയിൽ നമുക്ക് മ്യൂസിക് വെക്കാം. അടിപൊളിയായിരിക്കും. മാൻഡി തീർച്ചയായും വെച്ച് കാണില്ല. ഞാൻ ഇപ്പൊ തന്നെ ഫോൺ ചെയ്യാം കേട്ടോ. എനിക്കെന്തോ മാൻഡിയുടെ തലയിൽ വെള്ളം കോരി ഒഴിക്കുന്ന പോലെ തോന്നുന്നു. നമ്മള് ലേറ്റ് ആയിപ്പോയി. മാൻഡി ഇപ്പൊ ഫോൺ ചെയ്ത് ബുക്ക് ചെയ്തത്ര. നമ്മുടെ സമയം മോശമാ. ഗുഡ് ബൈ കിഡ്സ്. അമ്മയോട് നിങ്ങളെ പറ്റി പറഞ്ഞേക്കാം. ചെറിയ എന്തൊരു അഭിനയം അഭിനയിക്കുന്നേ. ഇങ്ങോട്ട് നോക്കും മോനെ, നീ വേണം ജയിക്കാനായിട്ട്. സമ്മാനം കൂടാതെ വന്നാൽ ശരിയാക്കി കളയും. ഞാനൊന്നും ഇവിടെ വിൻ ചെയ്യാൻ വന്നതല്ല, എൻജോയ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്ത് എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നോ? പിന്നെ വേറെന്തിനാ? നിങ്ങളെ പോലെയാണെന്ന് കരുതിയോ? വാവ്, ആ സ്ഥലം കണ്ടോ? നല്ല രസമുണ്ടല്ലേ? വേഗം വാ. അടുത്തത് എത്രയും വേഗം ഈ കേസ് ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ പാർട്ടി ജോയിൻ ചെയ്യണം. അടുത്തത് നിനക്കുള്ള ടാലന്റ് എന്താണെന്ന് പറ. എന്റെ പേര് ആലക്സ്. എനിക്ക് റിപ്പോർട്ടറായി ഇരിക്കുന്ന വളരെ ഇഷ്ടമുള്ള കാര്യ. അടുത്തത് ക്ലോവർ. ശരിക്കും പറഞ്ഞാ എനിക്ക് മൊത്തം കഴിവേ ഉള്ളൂ. അടുത്തത് നൈസ് ടു മീറ്റ് യു. എന്റെ പേര് സാം. പറയാൻ പോവുകയാണെങ്കിൽ അവരെ 2 പേരെക്കാളും മിടിക്കുക ഞാൻ. ഈ സാമിനെ വിശ്വസിക്കാൻ കൊള്ളൂല. നമ്മൾ പറയുന്നതൊക്കെ കേട്ടിട്ട് അവളിങ്ങനെ പറഞ്ഞത്.
എല്ലാവരും ഈ ക്യാമ്പിൽ വന്ന് അസംബിൾ ആവും. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ചാലഞ്ച് ഞങ്ങൾ ഈ ക്യാമ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിൽ പങ്കെടുക്കുന്നവർക്ക് ഒരുപാട് നല്ല സമ്മാനങ്ങളുണ്ട്. ധൈര്യമായി ഇതിൽ വന്ന് പങ്കെടുക്കണം. എന്താ പറഞ്ഞോണ്ടിരിക്കുന്നത്? നമുക്ക് ഉടനെ വേണമെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം. ഇവിടെ എനർജി റേറ്റിംഗ് ഒരുപാടുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രോബ്ലം കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സീരിയസ് ആണ്. നിന്റെ കളി തമാശ ഇവിടെ പാടില്ല. ഒരുപക്ഷെ ഇവര് ആ മാൻഡിന്റെ ബന്ധുക്കാരായിരിക്കോ? അവളെ പോലെ തന്നെ പ്രവർത്തിക്കുന്നല്ലോ. സ്കേറ്റ് ബോർഡർ. ഹാ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ ആരാണെന്നുള്ളത്. ഇന്നാ മുഴുവൻ വിദ്യകളും നീ ഇതിൽ കാണിച്ചോളൂ. അത് പറ്റിയില്ലെങ്കിൽ വേഗം സ്ഥലം വിട്ടേക്കണം, പറഞ്ഞേക്കാം. സ്കേറ്റ് ബോർഡിൽ കളിക്കുന്നത് നിസ്സാരപ്പെട്ട കാര്യ. എന്റെ കഴിവ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. കൊള്ളാം, മിടുക്കി. നന്നായിട്ട് കളിക്കുന്നവർ വേറെ ആരുണ്ടെങ്കിൽ വരാം. ഞാനുണ്ട്. വാവ്. വാവ്, എത്ര സൂപ്പർ ആയിട്ടാണ് ക്ലൈം ചെയ്തല്ലേ. സാധാരണ ആൾക്കാരെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയില്ല. എനിക്ക് അവന് ഒരുപാട് ഇഷ്ടമായി. എക്സലന്റ്. ഇതിന്റെ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം നിനക്ക് കിട്ടുന്നതായിരിക്കും. ആ, ഇവൻ കൊള്ളാലോ. ആള് ഉഷ്ണം തന്നെയാ. ഇന്നും ഇതിലൊരു ചതിപ്രയോഗം ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എന്ത് സംഭവിച്ചാലും നിങ്ങൾക്ക് എന്താ ഓവറായിട്ട് അധികം സംസാരിക്കില്ലേ? ആവശ്യത്തിലധികം പ്രാക്ടീസ് ചെയ്തോളൂ. നിങ്ങൾ എന്നെ ഇംപ്രസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇവിടെ ആരോടെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരുടെ അടുത്തുള്ള തെറ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വേഗം ചെല്ലൂ. ഹേയ്, നീ ശരിക്കും സുന്ദരി തന്നെയാ. നിന്റെ അടുത്ത് കുറച്ച് സംസാരിക്കാനുണ്ട്. ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ, എക്സ്ക്യൂസ് മീ. നിങ്ങളുടെ അടുത്ത് ആ കുട്ടികളോട് ചോദിക്കാന്ന് വെച്ചാ ഇവരെല്ലാരും എന്താ ഇങ്ങനെ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കഴിവ് കാണിക്കാൻ ഇങ്ങനെ മിണ്ടാതിരിക്കണമെന്നുണ്ടോ? ഞാൻ പറയട്ടെ, ഇതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്നേ. ഇതിന്റെ പുറകിലുള്ള രഹസ്യം കണ്ടുപിടിക്കണം നമ്മൾ. അത് അത്യാവശ്യമാണ്. എന്റെ മനസ്സിൽ ആ മാൻഡി മാത്രമേ ഉള്ളൂ. അവള് വെറുതെ വിടാൻ പാടില്ല. എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. ഇന്ന് രാത്രി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സമയത്ത് ഇവരൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നത്? പ്രശ്നമില്ലെന്നേ, നമുക്കത് കണ്ടുപിടിക്കാം. അതിനല്ലേ സൂപ്പർ ഗാഡ്ജറ്റ്സ് നമ്മുടെ അടുത്തുള്ളത്. ഇത് വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അടിപൊളി, നീ ശരിക്കും കലക്കി സാം. നിന്റെ കഴിവ് എന്താന്ന് ഇപ്പഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. മിണ്ടാതെ നിൽക്ക്. എന്താണെന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഓൺ ചെയ്ത് കഴിഞ്ഞു. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഞാൻ ജയിച്ചതിന് ട്രോഫി തരുന്നോ ഇല്ലയോ? ട്രോഫിക്ക് വേണ്ടിയല്ല നിന്നോട് മത്സരിക്കാൻ പറഞ്ഞത്. നിനക്ക് എത്രത്തോളം കഴിവുണ്ടെന്നുള്ളത് ഇപ്പൊ തന്നെ എന്റെ മുന്നിൽ കാണിച്ചേ പറ്റൂ. അവനങ്ങനെ അനർന്ന വിധത്തിൽ എന്തായിരിക്കും സംഭവിച്ചിരിക്കുന്നത്? അറിയില്ല, പക്ഷെ എന്തായാലും ഇതിനൊക്കെ പുറകെ ആ സ്ത്രീയാന്ന് തോന്നുന്നു. അതിനെ കുറിച്ച് പിന്നെ ചിന്തിക്കാം. ഇപ്പൊ അവിടെ വരുന്നത് കണ്ടില്ലേ? ഏയ്, അനങ്ങി പോകരുത്. അവര് നമ്മളെ കണ്ടു എന്നാ തോന്നുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? വേറെ മാർഗം ഒന്നുമില്ല. ഇവിടുന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. വാ വേഗം. ഞാൻ ഇവിടുന്ന് എങ്ങനെ രക്ഷപ്പെടും? ഒന്ന് പറയൂ. ഐഡിയ ഉപയോഗിച്ച് രക്ഷപ്പെട്ടുള്ളൂ, അല്ലാതെ മാർഗമില്ല. നമ്മള് രക്ഷപ്പെട്ടു. നീ അവളുടെ മോന്ത നോക്കിയോ? അതൊന്നും അത്ര അത്യാവശ്യമല്ല. അല്ല, ആരാ ഇങ്ങനെയൊക്കെ ചെയ്തത്? നമ്മൾ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്തതായിരിക്കും. അതെ അതെ, നമ്മൾ ശരിക്കും അങ്ങ് കുടുങ്ങി. ഇതുപോലത്തെ ക്യാമ്പിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആഹാ, ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് കാരണക്കാരികൾ ഈ പിള്ളേരാണല്ലേ. നിന്റെ ടാലന്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു മോളെ. രാത്രി ഒന്നും ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. ആ പാർട്ടി ഓർക്കുമ്പോ തന്നെ വിഷമം തോന്നുന്നു. ഏയ്, നമ്മൾ ആ ഇയറിംഗ് അവിടെ ഉപേക്ഷിച്ചിട്ട് വന്നു. അതിനെ കുറിച്ച് പറയാതെ വേറെ എന്തൊക്കെയാണല്ലോ നിങ്ങൾ പറയുന്നത്? എന്തെങ്കിലും സെൻസ് വേണ്ടേ? എല്ലാവർക്കും വേണ്ടി ഒരു അനൗൺസ്മെന്റ് കാത്തിരിക്കുന്നു. അനൗൺസ്മെന്റ് ആർക്ക് കഴിവുണ്ടെന്ന് നോക്കി അവർ ആ മുറി കൊണ്ട് അടച്ചു വെക്കാൻ. സ്കേറ്റ് ബോർഡ് മത്സരം ആർക്കൊക്കെയാണോ ഇഷ്ടം അവർക്കൊരു ചാൻസ് ഇതാ നൽകുന്നു. എന്നെ ഇംപ്രസ് ചെയ്യുന്നവർക്ക് ഈ സ്കേറ്റ് ബോർഡ് ഞാൻ സമ്മാനമായി കൊടുക്കുന്നതായിരിക്കും. ഇത് സമ്മാനമായി വാങ്ങിക്കാൻ പോകുന്നത് ആരാണ്? ഗ്രേറ്റ്.
ഇതുപോലത്തെ ബോർഡ് എങ്ങനെയെങ്കിലും റെഡി ചെയ്ത് ഞാൻ വാങ്ങിക്കും. കാരണം ആ ബോർഡ് അടിപൊളിയായിട്ടുണ്ട്. സംഭവിച്ചതൊക്കെ നീ മറന്നോ അലക്സ്? അതെ, എനിക്കൊരു പ്രധാന ജോലിയുണ്ട്. ഞാൻ പോയി അത് ആദ്യം നോക്കിട്ട് വരാട്ടോ. ആ പെണ്ണ് തനിച്ചു പോകുന്നത് കണ്ടില്ലേ? അവളിൽ ശരിക്കൊരു നോട്ടം വേണം. അത് ഞാൻ ക്ലൈം MM 900. ഇതാ പയ്യൻ ചെയ്തതില്ലേ? ഇവരെങ്ങനെ ചെയ്തു? അത്ഭുതമായിരിക്കുന്നു. നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതൊക്കെ അവര് ചെയ്യുന്നു. സാം, അവള് എവാലുവേഷൻ സെന്ററിന് പോവാന്ന് പറഞ്ഞിട്ട് പോയതില്ലേ? വാ നമുക്കും പോവാം. ഏയ്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? മര്യാദയ്ക്ക് നിർത്താൻ. എനിക്ക് കണ്ണു കാണുന്നില്ല. ഞാൻ വോൺ ചെയ്യുന്നു. എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ലൈറ്റ് അടിക്കുന്നത്? ഇതാ, നീ എന്റെ ഗസ്റ്റ് ആണ്. നിന്റെ കഴിവുകൾ എന്തെല്ലാം ഉണ്ട് അതൊക്കെ എനിക്കിപ്പോ നീ കാണിച്ചു തരണം. നീ ഒരു രാക്ഷസിയാണ്. നിനക്ക് വേണ്ടി ഒരു സിംഗിൾ നോട്ട് പോലും ഞാൻ വായിക്കില്ല. അങ്ങനെയാണോ ചക്കരെ? ഇങ്ങനെയൊക്കെ പറയരുത് കേട്ടോ. നിന്റെ കഴിവുകളെ മേടിക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? തീർച്ചയായും സാം അവിടെ പ്രശ്നത്തെ കുടുങ്ങി കാണും. നമ്മുടെ ഗാഡ്ജറ്റ്സ് യൂസ് ചെയ്യാനുള്ള സമയമായി. ഇപ്രാവശ്യം നമുക്കൊരു പുതിയ ഉപകരണം കിട്ടിയിട്ടില്ലേ? അത് ശരിയാണല്ലോ. സാം ഒരു വലിയ പ്രശ്നത്തിൽ കുടുങ്ങിന്നാ തോന്നുന്നത്. അവളത് പ്ലേ ചെയ്ത് കാണിച്ചില്ലെങ്കിൽ പിന്നെ പ്രശ്നം വലുതാവും. നമുക്ക് വേഗം രക്ഷപ്പെടുത്തണം. ഇത് പൊട്ടുന്നില്ല. നീ വിഷമിക്കണ്ട, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അകത്തേക്ക് വരും. ചെറിയ കുട്ടികളെല്ലാം ക്രൂര മൃഗമാക്കി മാറ്റുന്ന രീതിയിൽ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? അതാദ്യം പറ. നിസ്സാര കാര്യല്ലേ? അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഒരുപാട് പ്രയോജനമുണ്ട്. എനിക്ക് ഷോ എന്ന് വെച്ചാൽ വളരെ ഇഷ്ടമാണ്. അവളെ പൊക്കിക്കൊണ്ടു പോകൂ. എന്നെ എതിർക്കുന്നവരെ ഞാൻ ഒരിക്കലും വിടില്ല. അവരുടെ ടാലന്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും ഉന്നതിയിലെത്തിയത്. നീ അത് കണ്ടോ? കൊച്ചു കുട്ടികളുടെ ടാലന്റ് ഒക്കെ അവര് മോഷ്ടിക്കുകയാണ്. അവര് സാമിനെ കൂട്ടിക്കൊണ്ട് പോവാ. വേഗം വാ. വേഗം വേഗം. സാം, നിനക്കൊന്നും സംഭവിച്ചില്ലല്ലോ? നിനക്ക് സംസാരിക്കാൻ പറ്റോ? അവളെ കൊണ്ട് നോക്കാൻ കഴിയുന്നുണ്ട്, പക്ഷെ ഒന്നും മിണ്ടുന്നില്ല. അതെന്ത് ശബ്ദം? അവിടെ ആരോ ഉണ്ട്. ഹലോ ക്ലോവ, നിന്റെ പുറയിലൊന്ന് തിരിഞ്ഞു നോക്ക്. അയ്യോ, ഇതെന്താ? ഇത് നമ്മുടെ ഹാൻഡി അല്ലേ? ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് നമുക്ക് രക്ഷപ്പെടുത്തണം. അത് ഒരു കാര്യമില്ല. ആ ലൈറ്റ് കാരണമാണ് ഇവരെല്ലാം ഇങ്ങനെ മാറിയിരിക്കുന്നത്. ഇവരൊരു സാധാരണ മനുഷ്യരല്ല ഇപ്പോ. എക്സാക്ട്ലി. മസ്കിറ്റോന്റെ അടുത്തുനിന്ന് രക്ഷപ്പെടാൻ നമ്മൾ എന്താ ചെയ്യാ? ഇത് സ്പ്രേ ചെയ്യൂലേ? സാമിനെ ഒഴിവാക്കാൻ പറ്റില്ല. ഇവിടുന്ന് എങ്ങനെയെങ്കിലും അവളെ രക്ഷപ്പെടുത്തി കൂട്ടിക്കൊണ്ട് പോകണം. നീ വിഷമിക്കേണ്ട, ഞാൻ അവരെ ലോക്ക് ചെയ്തു. നീ കണ്ടില്ലേ എല്ലാരും ഊർന്നു വരുന്നത്? ഞാൻ ആരെ വിടാതെ എല്ലാരെയും നശിപ്പിക്കണം. വിഷമിക്കണ്ടേ സാം, അതിനുള്ള സമയം വരും. ഇവിടെ പവർ ഫീൽഡ് ഉണ്ട്. എന്നെ കൊണ്ട് അകത്ത് കിടക്കാൻ പറ്റുന്നില്ല. നമുക്ക് എങ്ങനെയെങ്കിലും അകത്തേക്ക് പോണം. ഇവിടെ കൺട്രോൾ ബോക്സ് ഉണ്ടാവല്ലോ. അല്ല, അതെന്താണ്? ഹേയ്, ഒന്ന് നിന്നേ. നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം ഗേൾസ്. എങ്ങനെയുണ്ട്? ഇതുവരെ എല്ലാം മോശമാണ്. നന്നായിട്ട് നടക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം വേണം. സഹായിക്കാമോ? തീർച്ചയായിട്ടും പറ്റും. ശരി, നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഉണ്ട്. സാം എവിടെ പോയി? സാം എവിടെ? നശിപ്പിക്കണം, നശിപ്പിക്കണം. എനിക്ക് അവള് കുറച്ച് ബിസിയാണേ. ശരി, ഇവിടെ മുഴുവൻ മാഗ്നറ്റിക് ഫീൽഡാ. എങ്ങനെ അകത്ത് നിങ്ങൾ കയറുക? ഫോട്ടോൺ സ്പേസ് റിവേഴ്സ് ചെയ്താൽ മാത്രം മതി. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഇല്ലാതാകും. നിങ്ങൾക്ക് ഈസി ആയിട്ട് അകത്തേക്ക് പോകാം. നശിപ്പിക്കണം, 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 നശിപ്പിക്കണം. പ്രശ്നമൊന്നുമില്ല ജെറി, ഞങ്ങൾ നോക്കിക്കോളാം. സാം, നീ ഇത് കണ്ടില്ലേ? നിനക്ക് ബോധമില്ലെങ്കിലും നീ ഞങ്ങൾ സഹായിക്കണല്ലോ. ശരിക്കുള്ള പ്രശ്നം ഇനിയാ തുടങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ പ്രകടനങ്ങളെല്ലാം TV ഷോ ആയിട്ട് കാണിക്കാൻ പോണത്ര. വാ നമുക്ക് പോവാം.
ഇതുവരെയും ഇവിടെ നടന്ന മത്സരത്തിൽ ആരാ ജയിച്ചെന്നുള്ളത് ഞാൻ അറിയിക്കാൻ പോവുകയാണ്. ആരാർക്ക് എന്തെല്ലാം ഗെയിമാണ് കിട്ടിയിരിക്കുന്നെന്നുള്ളത് നിങ്ങളിപ്പോ കാണാൻ പോകുന്നു. ഇവിടെയുള്ള സുപ്രീം ടീം നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. ഈ പ്രോഗ്രാമിലൂടെ ഗ്രേറ്റസ്റ്റ് ടാലന്റ് ആർക്കാണെന്നുള്ളത് ഇപ്പൊ തന്നെ കാണാൻ സാധിക്കും. അത് ഞാനാണ്. 10 വർഷത്തിന് മുമ്പ് ഈ ക്യാമ്പ് ഓപ്പൺ ചെയ്തത് ഞാനാണ്. ഇത് ഇതുവരെയ്ക്കും കൊണ്ടുപോയത് ഒരു സ്വപ്നം പോലെ തോന്നുന്നു. ഇവിടെയുള്ള ടാലന്റ് ഞാൻ ചോർത്തിയെടുത്തു, കണ്ടുപിടിച്ചു, രൂപം കൊടുത്ത എല്ലാറ്റിനും. അതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി മോഷ്ടിച്ചു, അതും കൂടെ പറയൂ. അവരെ വെറുതെ വിടരുത്, വേഗം പിടിക്കൂ. ആ ലൈറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി നിർത്തൂ, അപ്പൊ എല്ലാം ശരിയാകും. ഇവിടെയുള്ള എല്ലാവർക്കും ലൈറ്റ് കാണിക്കൂ. ഇവിടെ കുടുങ്ങി. എല്ലാവരെയും നമുക്ക് രക്ഷപ്പെടുത്തണം. അതൊക്കെ ശരിയാ, പക്ഷെ അതിനു മുമ്പ് സ്വയം രക്ഷപ്പെടുത്തണം. കഴിക്ക്, സാം. അവള് നമ്മളെ പിടിക്കുന്നതിന് മുമ്പ് നമ്മൾ അവളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇതൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ ആദ്യം ആ ലൈറ്റ്സിനെ നോക്കിക്കോ. അടിപൊളിയായ മൂവ്സ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഓ, ഇത് നിങ്ങളായിരുന്നു. സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾ തന്നെ ഇറങ്ങിയല്ലേ? എല്ലാം ഇവര് വളരെ സൂക്ഷിച്ച് ചെയ്തിരിക്കുന്ന. ഓ, ഇവളുള്ളത് വരെ ഒരു പ്രശ്നമല്ല. എല്ലാം അവൾ എന്നെ തകർക്കും. സാം, അതെനിക്കൊന്ന് തരാൻ പറഞ്ഞാൽ നീ തരോ? ഇന്നാ പിടിച്ചോ. താങ്ക് യു. ഇനി നീ പോയി എല്ലാം പൊട്ടിച്ചോ. അത് കൊള്ളാം. കഴിവ് മോഷ്ടിക്കുന്നവരുടെ ടാലന്റ് ഞാൻ ഇപ്പൊ നിർത്തി തരാം. ഒരു ടാലന്റ് ഇല്ലാതെ നിനക്ക് ഇത്ര ജാടയുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എത്ര മാത്രം ഉണ്ടാവും? എന്നെ എതിരിടാൻ ഭയങ്കര ആഗ്രഹമുണ്ടല്ലേ? നീ ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിച്ചവളായിരിക്കാം, എന്നാൽ ബ്ലാക്ക് ബെൽറ്റ് വാങ്ങിച്ചവരുടെ എല്ലാ കഴിവുകളും എന്നിലുണ്ട്. ഇപ്പൊ ശരിയാക്കാം. അങ്ങനെയാണോ? എങ്കിൽ അതൊന്ന് കാണട്ടെ. വരൂ. ശക്തിമാനായ ശത്രുവിനോടാണ് നേരിടുന്നത്. എന്റെ പ്രകടനം നിങ്ങൾ കണ്ടിട്ടില്ല. ഇതാ ഇപ്പൊ കണ്ടോളൂ. എന്നെ നേരിടാൻ നിങ്ങൾക്കാവില്ല. ഞാൻ എത്ര ധൈര്യശാലിയാണെന്നുള്ളതും അറിയില്ല. ഈ ലോകത്തിൽ വെച്ച് വളരെ ടാലന്റ് കൂടിയവൾ ഞാൻ മാത്രമാണെന്നുള്ളത് ലോകം മനസ്സിലാക്കും. കൊള്ളാം. എന്റെ പ്രകടനം ഇന്ന് ടെലിവിഷൻ മൂലം ഞാൻ അറിയിക്കാൻ പോകുന്നു. അതിലൊരു പ്രശ്നമുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കഥ അവസാനിപ്പിച്ചിട്ട് അങ്ങോട്ട് പോകും. അവസാനമായിട്ടാ ഞാൻ പറയുന്നത്, മര്യാദക്ക് ഇതൊക്കെ ഇപ്പൊ തന്നെ നിർത്തിക്കോ. ആ ലൈറ്റ് വേഗം റിവേഴ്സ് ചെയ്. ഉടൻ തന്നെ ചെയ്യാം. നല്ല ഐഡിയ കേട്ടോ. എന്തായാലും അവസാനം നമ്മൾ എന്നെ ജയിച്ചു. ഒരു സ്റ്റാർ പോലെ. എന്തായാലും എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് പ്രൈസോ? ഇവളിപ്പോ ലൂസറാ. നിങ്ങൾ നല്ല കാര്യം ചെയ്ത ഗേൾസ്. കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു, സാരമില്ല. അതുകൊണ്ട് കുറച്ച് വ്യത്യസ്തമായിട്ട് സാം നടക്കുന്നെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ അവൾക്ക് എങ്ങനെയുണ്ട് പറയൂ. ഇവിടെയുള്ള എല്ലാവരെയും ഈ റിമോട്ട് വെച്ച് ഞങ്ങൾ ശരിയാക്കി. പക്ഷെ അവള് മാത്രം പറ്റില്ല. ഓ, അവര് സുപ്രീം ഡ്രീം ടീം. അവരിവിടെ എത്തിക്കഴിഞ്ഞല്ലോ. ഓ, എന്താണിത്? ഇവിടെ ഒരു ഷോ നടക്കാൻ പോണെന്ന് പറഞ്ഞല്ലോ. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ ഷോ ആരംഭിക്കുക? തീർച്ചയായും ഇവിടെ നിങ്ങളെ കൊണ്ട് ഷോ ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഇതിനു മുമ്പ് എന്റെ അടുത്ത് ഡേറ്റ് വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. എന്റെ പാർട്ടിക്ക് ആരും വന്നില്ലല്ലോ. എന്താ സംഭവിക്കുന്നത്? എക്സ്ക്യൂസ് മീ. ഹായ്, നീ വന്നോ? നീ വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ആക്ച്വലി ഞങ്ങൾ അടുത്ത വീട്ടിലേക്കാണ് വന്നത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഐസ് കിട്ടുമോ? നമ്മുടെ പാർട്ടി കലക്കി. ഉണ്ടാവില്ല പിന്നെ. ആ ബാൻഡ് കാരനാണ് ഇത് കലക്കുന്നത്. വൗ, ഇത് വളരെ അടിപൊളിയായിരുന്നു സാം. താങ്ക് യു. എന്റെ തനിച്ച് മ്യൂസിക് കേട്ടിട്ട് ഇത്രയും പറയുന്ന നിങ്ങൾ എന്റെ കൂട്ടുകാരികൾ കൂടി ചേർന്നാൽ അടിപൊളിയായിരിക്കും. ശരിയാ, ഒരു ടീമായിട്ട് ചേർന്നാൽ കഴിവ് കുറച്ച് കൂടും. ടാലന്റിന്റെ കൂടെ ഫണ്ണും ചേർത്താൽ ഇൻട്രസ്റ്റ് ആയി മാറും.